പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? ಪ್ರಾರ್ಥನೆ ಮಾಡಕ್ಕೆ ನಿಮಗೆ ಮನಸ್ಸಿದೆಯಾ? ಎಬ್ಬೇಸಿനെ പോലെ പ്രാർത്ഥിക്കാമോ? ಎಬೇಚಿನಂತೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ? നീ എന്നെ അനുഗ്രഹിച്ച് ನೀ ನನ್ನನ್ನು ಆಶೀರ್ವಾದ എന്റെ ಮಾಡಿ അതിരുകളെ വിശാലമാക്കി ನನ್ನ ಬೌಳಿ ಕೋಟೆಗಳನ್ನು നീ എന്റെ ವಿಶಾಲಪಡಿಸಿ പേര് വലുതാക്കി ನೀ ನನ್ನ ಹೆಸರನ್ನು എന്നെ ದೊಡ್ಡದು ಮಾಡಿ അനുഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. ನನ್ನನ್ನು യഹോവേ, ಆಶೀರ್ವಾದ ಮಾಡಿದ್ರೆ ಚೆನ್ನಾಗಿತ್ತು. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. ದೇವರು ಆತನ ಪ್ರಾರ್ಥನೆಯನ್ನು അവന്റെ ಕೇಳಿದನು. ഹീനാവസ്ഥയെ മാറ്റി, ಆತನ ಹೀನ അവന്റെ ಅವಸ್ಥೆಯನ್ನು ദീനാവസ്ഥയെ മാറ്റി. ಆತನ ಕೀಳಿನ അങ്ങനെ ಅವಸ್ಥೆಯನ್ನು മാറ്റുന്ന ദൈവമുണ്ടെങ്കിൽ ಆತನ ಮಾರ್ಪಡಿಸುವ പ്രാർത്ഥിക്കാൻ ದೇವರಿದ್ದರೆ തീരുമാനിക്കുമോ? ಪ್ರಾರ್ಥನೆ ಮಾಡಿ അനുഗ്രഹം വരികയാണ്. ಆಶೀರ್ವಾದವು ಬರುತ್ತಾ ಇದೆ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കും. ಪ್ರಾರ್ಥನೆ ಮಾಡುವವರಿಗೆ ಆಶೀರ್ವಾದವನ್ನು ಬರುತ್ತದೆ. പ്രാർത്ഥിക്കുന്നവർ എന്നും ഒരുപോലെ ഇരിക്കത്തില്ല. ಪ್ರಾರ್ಥನೆ ಮಾಡುವವರು ಯಾವಾಗಲೂ ಒಂದೇ ತರ ಇರುವುದಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. അപ്പോൾ അനുഗ്രഹം നമ്മൾ ചൂസ് ചെയ്യുന്നത്, ಆಶೀರ್ವಾದವನ್ನು ನಾವು ಆರಿಸಿಕೊಳ್ಳುವುದು ആമേൻ, എബ്ബേസ് ചെയ്ത പോലെയാണ്. ಎಬೇಜನು ಮಾಡಿದ ರೀತಿಯಲ್ಲಿ. എന്റെ അവസ്ഥ ഇതാണ്, ನನ್ನ ಅವಸ್ಥೆ ಇದಾಗಿದೆ. പക്ഷെ അവസ്ഥയെ മാറ്റുന്ന ಆದ್ರೆ ನಮ್ಮ ಅವಸ್ಥೆಯನ್ನು ഒരു ಬದಲಾವಣೆ ദൈവമുണ്ട് എന്ന് എനിക്കറിയാം. ಒಂದು ದೇವರು ಉಂಟು ಎಂದು ನನಗೆ ഒരു ಗೊತ್ತು. ദൈവമുണ്ട് എന്ന് എനിക്കറിയാം. ಒಂದು ದೇವರು ಉಂಟು ಎಂದು എന്റെ ನನಗೆ അവസ്ഥ ಗೊತ್ತು. മാറ്റുന്ന ನನ್ನ ಅವಸ್ಥೆಯನ್ನು ഒരു ಬದಲಾವಣೆ കർത്താവ് ಮಾಡುವ ഉണ്ട് എന്ന് എനിക്കറിയാം. ಒಂದು ಕರ್ತನು ಉಂಟು ಎಂದು ನನಗೆ ಗೊತ್ತು. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ಹೆಸರಿನಲ್ಲಿ ഇന്ന് പകൽക്കാലം ಇವತ್ತಾಗಲೇ അത് സംഭവിക്കട്ടെ. ಹಾಗೆ ಸಂಭವಿಸಲಿ.